കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ളതാണ്. കാരണം കോവിഡ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു പാത്വേ എന്ന് പറയുന്നത് എന്താണ്, മൂക്കിലൂടെയാണ് അല്ലെ. അപ്പൊ മൂക്കിൽ നമ്മൾ ഒരു ആന്റി ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളത്, അതായത് ബാക്ടീരിയാസിനൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രോപ്പ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവഴി കയറുന്നത് നമ്മൾ അവിടെ പ്രിവെന്റ് ചെയ്യുകയല്ലേ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയല്ലേ. അപ്പൊ അങ്ങനെയാണ് ഈ വന്നിട്ടുള്ള പ്രോനാസിക, അതായത് നാസിക മൂക്കാണ് ആ ഒരു സ്പ്രേ വന്നിട്ട് ഉള്ളത്. അപ്പം ഇത് നമുക്ക് എപ്പോഴൊക്കെ ഉപയോഗിക്കാം, ഇതും സീറോ കോണ്ടാക്ട് പ്രോസസ്സ് വഴിയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടെ നമ്മളൊരു വലിയൊരു ഗാദറിംഗിലേക്കാണ് അല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ ഇപ്പം ചിലവർക്ക് പനിയുള്ളവരുണ്ടാവും, ചെറിയ രീതിയിലുള്ള കോൾഡ് ഉള്ളവരുണ്ടാകാം, ഒക്കെ ആയിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കുളിച്ച് നന്നായി ഒന്ന് ആവിയൊക്കെ പിടിച്ചിട്ട് ഈ ഒരു ഡ്രോപ്പ് 1 to 2 ഡ്രോപ്പ് ഉറ്റിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം അതുപോലെ തന്നെ പുറത്തേക്ക് ഇപ്പം ഈ ഒരു മീറ്റിങ്ങിലേക്ക് വരുന്നതിന് മുൻപേയും നമ്മൾ ഇത്രയും ഒരു കൂട്ടത്തിൽ ഇരിക്കാൻ പോവുകയാണ്. നമുക്കറിയില്ല നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ടും എന്ത് ചെയ്യാം, പോകുന്നതിന് മുൻപ്, അതായത് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരു 2 ഡ്രോപ്പ് 1 to 2 ഡ്രോപ്പ് മൂക്കിലൊന്ന് സ്പ്രേ അടിക്കാം, മൂക്കിൽ ഉറ്റിക്കാം, 2 മൂക്കിലും നമുക്ക് ഉറ്റിക്കാം. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എന്താണ്, ശ്വാസതടസ്സത്തിൽ നിന്നുള്ള മോചനം, കോവിഡ് വരില്ല എന്നാണ് പറയുന്നത്. അല്ല, ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളതാണ്. ആയുർവേദത്തിൽ തന്നെ നസ്യകർമ്മം ആണ് പറഞ്ഞിരിക്കുന്നത്. നസ്യകർമ്മത്തിനൊക്കെ ഇപ്പം വളരെയധികം പ്രാധാന്യമാണ് വന്നിരുന്നത് ഈ കോവിഡിന്റെ ഒക്കെ